പത്തനംതിട്ടയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച മന്ത്രവാദി അറസ്റ്റിലായിരിക്കുന്നു. തങ്ങൾ എന്ന് വിളിക്കുന്ന ആദിക്കാട്ടുകുളങ്ങര സ്വദേശി ബദർ സമനാണ് നൂർനാട് പോലീസിന്റെ പിടിയിലായത്. CK അഭിലാൽ വിവരങ്ങളുമായിട്ടുണ്ട്. അഭിലാൽ, എന്താണ് ഈ സംഭവം? എന്താണ് മന്ത്രവാദിയാണ് പിടിയിലായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? 17 വയസ്സുകാരിയാണ് പരാതിക്കാരി. 5 വർഷം നീണ്ടുനിന്ന പീഡനം, 9 കേസുകളാണ്. ആ കേസിൽ 9 പ്രതികൾ. ഇതിൽ അടൂർ പോലീസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് ആലപ്പുഴ നൂർനാട് പോലീസിനെ കൈമാറുകയും ചെയ്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. 5 വർഷങ്ങൾക്ക് മുൻപ് പെൺകുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വേളയിൽ രക്ഷിതാക്കൾ പഠനത്തിൽ പിന്നോക്കം പോയ പെൺകുട്ടിക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ ഇടപെടുന്ന ആളുടെ സഹായം തേടിയാണ് ഇദ്ദേഹത്തിന്റെ ബദർ സമന്റെ അടുത്ത് എത്തിക്കുന്നത്. ഈ സമയത്ത് മോശം ഉദ്ദേശത്തോടു കൂടി ശരീരത്തിൽ സ്പർശിച്ചു എന്നുള്ളതാണ് പെൺകുട്ടി നൽകിയ പരാതി. ഈ കേസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യ സംഭവമാണിത്. പിന്നീട് 2 വർഷങ്ങൾക്കുള്ളിൽ മറ്റ് 8 പേർ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് പെൺകുട്ടി സ്കൂളിൽ നടത്തിയ കൗൺസിലിങ്ങിനിടെ വെളിപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് 4 പേർ നിലവിൽ പിടിയിലായിട്ടുണ്ട്. അവരുടെ റിമാൻഡ് ആണ് നിലവിൽ ഉള്ളത്. ഈ ബദർ സമൻ കൂടി പിടിയിലായതോടുകൂടി 9 പ്രതികളിൽ 5 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഈ വിവരങ്ങളൊക്കെ എങ്ങനെയാണ് പുറത്തറിയുന്നത്? എങ്ങനെയാ? സ്കൂളിൽ കഴിഞ്ഞ ആഴ്ച സംഘടിപ്പിച്ച കൗൺസിലിങ്ങിനിടെയാണ് പെൺകുട്ടി തനിക്ക് നേരിട്ട പീഡനം സംബന്ധിച്ചുള്ള വിവരങ്ങൾ വ്യക്തമാക്കിയത്. 5 വർഷ കാലയളവിൽ, അതായത് പെൺകുട്ടിക്ക് 11 വയസ്സ് പ്രായമുള്ള കാലയളവിലാണ് ആദ്യ പീഡനം. അതാണ് ബദർ സമന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നീട് പെൺകുട്ടി +1 കാലയളവിൽ പഠിക്കുമ്പോഴും +2 തലത്തിൽ പഠിക്കുമ്പോൾ അവസരത്തിലും സഹപാഠി അടക്കമുള്ള ആളുകൾ പീഡിപ്പിച്ചു എന്നുള്ളതാണ് പെൺകുട്ടി പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. പെൺകുട്ടിയുടെ നഗ്നദൃശ്യങ്ങൾ സഹപാഠിയായ ഒരു പയ്യന് പെൺകുട്ടി തന്നെ അയച്ചു കൊടുത്ത സംഭവം ഉണ്ടായി. ഇത് വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. അങ്ങനെ വിവിധ തരത്തിലുള്ള ചൂഷണങ്ങളാണ് പെൺകുട്ടി നേരിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് CWC കൂടി ഇടപെട്ട് പോലീസിൽ പരാതി ലഭ്യമാക്കുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇനി ഈ കേസിൽ മറ്റ് 4 പേർ കൂടി പിടിയിലാകാനുണ്ട്. പ്രതികളിൽ ഒരാൾ വിദേശത്താണ്. ശരി, CK അഭിലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.